ഹായ് വെൽക്കം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കും, നിങ്ങൾക്ക് എന്തൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ ഇന്ന് നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ പറ്റുമോ, ചലഞ്ചസ് എന്തെങ്കിലും ഉണ്ടോ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിലൂടെ നോക്കുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിലെല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവായി നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം ഈ റീഡിങ്ങിൽ നിന്ന് സ്വീകരിക്കുക. ഇതിൽ ട്രസ്റ്റ് ചെയ്യുന്നവർക്ക് മാത്രം ഈ വീഡിയോ കാണാവുന്നതാണ്, അല്ലാത്തവർക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് എംപ്രസ് എന്ന് പറയുന്ന കാർഡാണ്. അപ്പോൾ അതിനർത്ഥം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരുപാട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു അബണ്ടൻസ് വരുന്നൊരു ദിവസമാണ്. നിങ്ങൾക്ക് പോസിറ്റീവായൊരു ദിവസം തന്നെയാണ് ഒരു തീമൂടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ മേ ബി അത് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായിരിക്കാം, ഫിനാൻഷ്യലായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് എന്തായാലും ഒരു സമൃദ്ധി, നിങ്ങൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ മൂവ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഇന്നത്തെ ദിവസം പ്ലാൻ ചെയ്ത്, അല്ലെങ്കിൽ മുമ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്, അത് ഇന്നത്തെ ദിവസം ആയിരിക്കാം അതിൻ്റെ ഒരു ഡെഡ് ലൈൻ, അല്ലെങ്കിൽ ഈ ഒരു ഇത്ര ഡേയ്സിനുള്ളിൽ കാര്യങ്ങൾ നടക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കത് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് എല്ലാ രീതിയിലും നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു ദിവസമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ടൈമിൽ കപ്പിൾസൊക്കെ ഒരു ബേബിക്കായിട്ട് എക്സ്പെക്റ്റേഷനൊക്കെ വെക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത് നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ട്, അല്ലെങ്കിൽ ഒരുപാട് ടൈമായിട്ട് ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും എടുത്ത വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു കാര്യത്തിന്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എഫേർട്ടിന് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടൊരു സൈൻ തരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. നെക്സ്റ്റ് കിട്ടിയിരിക്കുന്നത് ക്യൂൻ ഓഫ് വാൻസ് എന്ന് പറയുന്ന കാർഡാണ്. അപ്പോൾ അതിനർത്ഥം ഇന്ന് നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് കാണുന്നത്. ഇതുവരെ മറ്റൊരാളുടെ നിഴലിൽ നിന്നൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ മറ്റൊരാൾ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മൂവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇന്ന് നിങ്ങൾ നിങ്ങളുടേതായ ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ട്, വളരെ നല്ല പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോട് കൂടിയിട്ട് മൂവ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ ചിലപ്പോൾ നിങ്ങൾ തന്നെ പല തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു അവസ്ഥ വരെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവാം. അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ കാര്യങ്ങൾ എന്താ പറയുക, സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ പോരുന്ന വ്യക്തിയാണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യേണ്ട സമയമായി എന്നുള്ളൊരു നിങ്ങൾക്കൊരു വെളിച്ചം കൂടി വരുന്ന ഒരു ടൈമായിരിക്കും ഇന്നത്തെ ദിവസം. അപ്പോൾ ഇതിൻ്റെ തീരുമാനം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഞാൻ തന്നെയാണ് എന്നുള്ളൊരു ബോധ്യത്തോട് കൂടിയിട്ട് ഇന്ന് മൂവ് ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും. വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മറ്റ് യാതൊരു പ്രിജുഡിസും ഇല്ലാതെ ഒരു ഡിസിഷൻ എടുക്കുന്ന ഒരു ദിവസമായിരിക്കും നിങ്ങൾക്കിന്ന്. ഇന്ന് പല കാര്യങ്ങൾ നിങ്ങൾ അറിയാൻ ശ്രമിക്കുന്ന ഒരു ദിവസം കൂടിയായിരിക്കും. നിങ്ങൾ ഇതുവരെ സഞ്ചരിക്കാത്ത പല കാര്യങ്ങൾ, അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റ് ചെയ്യാത്ത പല കാര്യങ്ങളിലേക്ക് എടുത്ത് എന്തായാലും ഇനി ഒരു റിസ്ക് എടുക്കാം, അല്ലെങ്കിൽ എന്തായാലും ഇനി ഒരു സമയമായി ചിന്തിച്ച് പല കാര്യങ്ങൾ നീക്കിവെച്ച കാര്യങ്ങളുണ്ടാകാം, പഠിക്കാനായിട്ട് ആഗ്രഹിച്ച പല കാര്യങ്ങളുണ്ടാവാം. എന്തായാലും അതിലേക്ക് നിങ്ങൾ ഇറങ്ങാൻ തന്നെ തീരുമാനം എടുക്കുന്ന ഒരു ദിവസമായിരിക്കും. എന്തായാലും ഈ ഒരു കാര്യം അറിഞ്ഞിട്ട് തന്നെ കാര്യം, അല്ലെങ്കിൽ ഇത് എന്തായാലും പഠിച്ചെടുക്കണം എന്നുള്ളൊരു ഡിസിഷൻ, പല കാര്യങ്ങളിലും നിങ്ങളിന്നൊരു തീരുമാനം എടുക്കുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. ഒരുപാട് നീട്ടിക്കൊണ്ടുപോയ പല കാര്യങ്ങളുണ്ടാവാം നിങ്ങളുടെ ലൈഫിൽ. ഇന്നാകാം നാളെ ആകാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നിങ്ങൾ കൊണ്ടുപോയ കാര്യങ്ങളെല്ലാം നിങ്ങൾ വളരെ ഇൻട്രസ്റ്റോട് കൂടിയിട്ട് ഇന്ന് തീരുമാനമെടുക്കുന്നു. നിങ്ങൾക്ക് നല്ലൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കാണിക്കുന്ന ഒരു ദിവസമാണിന്ന്. യെസ്,
എല്ലാ കാർഡ്സും കാണിക്കുന്നത് നിങ്ങളുടെ ഒരു ആക്ഷനെ തന്നെയാണ്. ഇന്ന് നിങ്ങൾ വളരെ ഹൈലി ഫോക്കസ്ഡ് ആയിട്ടാണ് കാണുന്നത്. ഇന്ന് നിങ്ങൾ എന്തെങ്കിലും ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളുണ്ടാവും. ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി, ഒരു പ്രസൻറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടാവും. അപ്പോൾ എന്തായാലും അതിൽ ആ ഒരു കാര്യത്തിലേക്ക് മാത്രമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ചിന്തകളെ ഡിസ്ട്രാക്ട് ചെയ്ത് പോകാതെ അതിലേക്ക് മാത്രം നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളൊരു മുന്നോട്ട് നീങ്ങുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു തീം കാണുന്നത് നമുക്ക് എന്തായാലും നിങ്ങൾ എന്തോ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. അതിന് നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് നിങ്ങൾ തന്നെ എടുക്കേണ്ട ഒരു തീരുമാനമായിരുന്നു. അത് നിങ്ങൾ കുറച്ച് നാളായിട്ട് ചിലപ്പോൾ നീട്ടി വെച്ച കാര്യങ്ങളായിരിക്കാം. ഇന്ന് ചിലപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് നിങ്ങൾ ചിലപ്പോൾ ഒരു കുറച്ച് ദിവസങ്ങളായി, ചിലപ്പോൾ 1-2 ദിവസം, ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ ആയിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കാം. ഇന്ന് അതിനൊരു തീരുമാനം എടുക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഇന്ന് പലർക്കും ഉപദേശങ്ങൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ പലർക്കും ഇൻസ്ട്രക്റ്റ് ചെയ്യുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് നിങ്ങളിവിടെ കാണുന്നത്. അപ്പോൾ ഇന്ന് മൊത്തത്തിലൊരു ദിവസം നിങ്ങൾക്ക് കുറച്ചും കൂടി അറിവുകൾ നേടുന്ന ഒരു എനർജി, അതുപോലെ തന്നെ നിങ്ങളുടെ പാഷനെ ഫോളോ ചെയ്യുന്ന ഒരു എനർജി ആയിട്ടാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരുപാട് പേരിന്ന് നിങ്ങളുടെ അടുത്ത് സജഷൻസ് ചോദിച്ചു വരാനുള്ളൊരു ഇത് കാണുന്നുണ്ട്. നിങ്ങളിവിടെ ഒരു ഗൈഡ് എന്നൊരു റോളിലാണ് ഇന്നത്തെ ദിവസം ഇവിടെ കാണുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതുവരെ അപ്രോച്ച് ചെയ്യാത്ത വ്യക്തികൾ വരെ ഒരു തരത്തിലിപ്പോൾ അവർക്ക് തന്നെ നിങ്ങളെന്ന വ്യക്തിക്ക് അതിനൊരു സൊല്യൂഷൻ കാണാൻ പറ്റും, അല്ലെങ്കിൽ സൊല്യൂഷൻ തരാൻ പറ്റും എന്നുള്ള തോട്ടോട് കൂടിയിട്ട് പലരും നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾക്കുള്ളൊരു നോളേജ് ഷെയർ ചെയ്യാനോ, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് പലരും അഡ്വൈസ് ചോദിച്ചു വരുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. കാരണം നിങ്ങൾ ഹൈലി ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് ഇന്ന് നിങ്ങളിവിടെ പ്രസൻ്റ് ആകുന്നത്. ഇന്ന് പല കാര്യങ്ങളിൽ നിങ്ങൾ വേറിട്ടൊരു ചിന്താഗതിയിലൂടെ കാണുന്നുണ്ടാവും. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഗോൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യണം എന്ന് വിചാരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ചിന്തിച്ചൊരു തലത്തിൽ നിന്ന് അത് ചിലപ്പോൾ വർക്കായിട്ടുണ്ടാവില്ല. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് പുതിയൊരു ആശയം വരുന്നതാണ് നിങ്ങളുടെ മൈൻഡിൽ. നിങ്ങൾ ചിലപ്പോൾ അത് വേറിട്ട രീതിയിൽ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവാൻ, അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. അതേസമയം നിങ്ങൾ ഒരുപാട് വൈകാരികമായിട്ടൊക്കെ എടുത്തു ചാടി തീരുമാനം എടുക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് നിങ്ങൾക്കൊരു വളരെ ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ ഒരു തലകീഴായി നിൽക്കുന്ന, മെഡിറ്റേറ്റീവ് പൊസിഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ കുറച്ചും കൂടിയും ശാന്തതയോടു കൂടി കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. മിക്കവാറും നിങ്ങൾ ഇന്ന് വൈകാരികമായിട്ടുള്ളൊരു എടുത്തു ചാടലോ, അല്ലെങ്കിൽ പെട്ടെന്നുള്ളൊരു സ്പോണ്ടാനിയസ് ആയിട്ടൊരു ആക്ഷനേക്കാളും കൂടുതൽ കുറച്ചും കൂടി ചിന്തിച്ച് പെരുമാറുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയ രീതിയല്ല, അത് വേറെ രീതിയിൽ ചിന്തിക്കേണ്ടതാണ് എന്നൊരു കാര്യം കൂടി നിങ്ങൾക്ക് ഒന്ന് വ്യക്തമാകുന്ന ഒരു ദിവസമാണ്. ഇന്ന് നിങ്ങൾക്ക് ചാരിറ്റി ചെയ്യാനുള്ളൊരു അവസരം കിട്ടാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളതുപോലെ എന്തൊക്കെയാണോ ഇന്ന് കൊടുക്കുന്നത് അത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കൂടുതലായിട്ടും സാമ്പത്തികപരമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു അവസരം നിങ്ങൾക്കിന്ന് കിട്ടുന്നതാണ്. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു കർമ്മത്തിനുള്ള ഫലം യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് തിരിച്ചു തരുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്ന് അങ്ങനെ ഒരു അവസരം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് മാക്സിമം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഇന്ന് ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും നമ്മുടെ ഒരു നെക്സ്റ്റ് ബർത്തായിട്ട് വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്യൂച്ചറിൽ അത് ക്രെഡിറ്റ് ആകുന്നുണ്ട് നമ്മുടെ ലൈഫിൻ്റെ ഒരു പാർട്ടിലേക്ക്. അപ്പോൾ അതെന്തായാലും നല്ലതാണെങ്കിൽ നമുക്ക് നല്ലത് തന്നെ തിരിച്ചു കിട്ടും, അതിലൊരു സംശയമില്ല. അപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഇന്ന് അവസരം കിട്ടുകയാണെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാനോ, അത് ചിലപ്പോൾ വാക്കുകൊണ്ട് തന്നെയാകാം, ഫിനാൻഷ്യലായിട്ടോ വലിയൊരു കാര്യങ്ങളിലാവില്ല. ചിലപ്പോൾ ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്ന വ്യക്തികളുണ്ടാവാം, എന്തെങ്കിലും ഒരു അഡ്വൈസ് ചോദിച്ചു വരുന്നവരുണ്ടാവാം. അവർക്കൊക്കെ നിങ്ങൾക്ക് നല്ലൊരു പാത കാണിക്കാനുള്ളൊരു അവസരം ചിലപ്പോൾ ഇന്ന് കിട്ടുന്നതായിരിക്കാം. ഇന്ന് നിങ്ങൾക്കൊരു സാമ്പത്തികപരമായിട്ടൊരു പുതിയ ആശയം കിട്ടുന്നതാണ്. അത് ആശയം എന്ന് പറയുമ്പോൾ കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റോ അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ളൊരു മൂവ്മെൻറ്റിലേക്കൊന്നും കാര്യങ്ങൾ പോയിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് എന്തോ പുതുതായിട്ടുള്ളൊരു ആശയം നിങ്ങൾക്ക് ചിലപ്പോൾ ചില വ്യക്തികളിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത് വന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് എന്തായാലും നിങ്ങൾക്ക് ഒരു പുതിയ തോട്ട്, നിങ്ങൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ നിങ്ങൾക്ക് വരുന്നൊരു തോട്ടായിരിക്കും, അല്ലെങ്കിൽ ത്രൂ ഔട്ട് ഡേ അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരുന്നൊരു വിചാരമായിരിക്കാം ഇത്. പക്ഷെ എന്തായാലും ഇന്ന് നിങ്ങൾക്ക് പുതിയ
തോട്ടുകളൊക്കെ നിങ്ങളുടെ മൈൻഡിൽ വരുന്നുണ്ട്. അത് ഫിനാൻഷ്യൽ ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ ചിന്തിക്കാത്തൊരു തലത്തിൽ ഇങ്ങനെയും ചെയ്യാം എന്നുള്ളൊരു ഐഡിയ നിങ്ങളുടെ മൈൻഡിൽ വരുന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ ഓവറോൾ എനർജി നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡേ നിങ്ങൾ കൂടുതലുമായിട്ടും നിങ്ങളുടെ ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങളിലൂടെ കാണുന്നുണ്ട്. അതേസമയം നിങ്ങൾക്ക് സമൃദ്ധി സന്തോഷമൊക്കെ നിറഞ്ഞൊരു ദിവസം തന്നെയാണ് കാണുന്നത്. ഒരേ സമയം നിങ്ങൾ നിങ്ങളുടെ പാഷനെ കൂടി ഫോളോ ചെയ്യുന്ന ഒരു ദിവസമായിട്ട് കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഇന്നൊക്കെയുള്ള റീഡിങ്. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ത്രൂ ഔട്ട് നിങ്ങൾക്ക് ദിവസമായിട്ട് ഈ ഒരു റീഡിങ് റെസനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. പേഴ്സണൽ റീഡിംഗ് ആഗ്രഹിക്കുന്നവർക്ക്, അതുപോലെ തന്നെ പെൻഡുലം ഡ്രസ്സിംഗ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.